നമ്മുടെ അന്വേഷണ ഏജൻസികൾ കാര്യക്ഷമമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മയക്കുമരുന്നുകൾ പിടികൂടുന്നു എന്നുള്ളത് ഒരു തരത്തിൽ നോക്കിയാൽ നമുക്ക് അതിലൊരു ആശ്വാസകരമായ കാര്യമായി തോന്നും. പക്ഷെ മറ്റൊന്ന് ആലോചിച്ചാൽ ഇതിലൊരു ആശ്വാസം എനിക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അന്വേഷണ ഏജൻസികൾ പിടികൂടുന്ന വസ്തു എന്ന് പറയുന്നത് ഈ കൊണ്ടുവരുന്നതിന്റെ ഒരു 10-1 പോലും നമുക്ക് പിടികൂടാൻ കഴിയുകയില്ല. ഇപ്പൊ നമ്മൾ ഒരു ജില്ലയിൽ നമ്മൾ MDMA പിടികൂടുന്നു, അടുത്ത ആഴ്ചയിൽ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നു. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഓരോരോ മയക്കുമരുന്നുകൾ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പിടികൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മയക്കുമരുന്ന് ഉപഭോക്താക്കളുടെ എണ്ണം ഒട്ടും കുറയുന്നില്ല കേരളത്തിൽ, മാത്രമല്ല കൂടുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നുണ്ട്. അതെ, അതാണ് നമുക്കിത് ഈ കണക്കുകളിലൂടെ തന്നെ മനസ്സിലാവുന്നത്. കേസുകളുടെ എണ്ണം കൂടുകയാണ്. അതിനാൽ തന്നെയാണല്ലോ ഈ ആവശ്യകത കൂടുമ്പോഴാണല്ലോ ഇവർ ഈ ബിസിനസ്സിലേക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത് തന്നെ. അതെ അതെ അത് മാത്രമല്ല, ഇതിനകത്തൊരു പ്രശ്നമുള്ളത് ഈ പുതിയ ഉപഭോക്താക്കൾ വർദ്ധിക്കുന്നത് ഈ ആഘോഷ അവസരങ്ങളിലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഓണം ഒരു വലിയ ആഘോഷാവസരമാണ്. ഈ ഓണത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മയക്കുമരുന്നുകൾ വൻതോതിൽ വരുന്നു എന്ന് പറഞ്ഞാൽ പുതിയ ഉപഭോക്താക്കൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ നമ്മൾ ചെറുപ്പക്കാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ ഒക്കെ നമ്മൾ കൂടുതൽ സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അന്വേഷണ ഏജൻസികൾ മാത്രം വിചാരിച്ചാൽ നടക്കുകയില്ല. അതെ, അങ്ങ് സൂചിപ്പിച്ചത് വളരെ വാലിഡ് ആയിട്ടൊരു പോയിന്റാണ്. കാരണം രക്ഷിതാക്കളടക്കം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമാണ്, അതായത് ഈ നമ്മളിപ്പോൾ ഈ ഇതുപോലെ യുവാക്കളെയൊക്കെ പിടിയിലായി അവരെ അതിൻ്റെ ജയിലിലേക്കൊക്കെ മാറ്റുകയൊക്കെ ആണെങ്കിലും പിന്നീടും ഇവർ ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ് വർദ്ധിക്കുന്നത്. അവരങ്ങനെ ഒരു ലേബലിലായിരിക്കുകയാണ്. പിന്നീടും വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഈ ഒരു ശൃംഖല പൊട്ടിച്ച് പുറത്തിറങ്ങുന്നത്. ഇപ്പോൾ ഇവരിപ്പോൾ കുറച്ചു കാലം അകത്താണെങ്കിലും പിന്നീട് അവർ പുറത്തെത്തുമ്പോഴേക്കും ഇതിൻ്റെ വീണ്ടും കാരിയേഴ്സ് ആയിട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല, അതിലെ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മയക്കുമരുന്നിന്റെ ലോബിയിൽ ഉൾപ്പെടുന്ന ഒരാളുകളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമായ കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇവർ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇവർ കാരിയേഴ്സായും വിൽപ്പനക്കാരായും വിതരണക്കാരായും മാറുന്നത്. അപ്പൊ ഇവര് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് പിന്നെ വിൽപ്പനക്കാരായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മോചനം നേടുക എന്ന് പറയുന്നതൊന്നും അത്ര സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുപ്പക്കാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റും ഏജൻസികളും നമ്മുടെ രക്ഷിതാക്കളും പൊതുജനങ്ങളും ഒക്കെ ചേർന്നുള്ള ഒരു കൂട്ടായ ഒരു മതിൽ സൃഷ്ടിക്കാൻ മാത്രമേ വഴിയുള്ളൂ ഇതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് എൻ്റെ ഒരു പ്രായോഗിക പരിചയം വെച്ച് അസാധ്യമായ കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.